എബൌട്ട് എന്ന ഇംഗ്ലീഷ് വാക്കിനെ പറ്റി അറിയാമല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? കുറിച്ച്, എന്തെങ്കിലും കാര്യത്തെ സംബന്ധിച്ച്, വ്യക്തികളെ സംബന്ധിച്ച്, എന്തെങ്കിലും കാര്യത്തെ പറ്റി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ, അത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ പറ്റി എബൌട്ട് പറയാം. അല്ലെങ്കിൽ ഏകദേശം എന്ന അർത്ഥത്തിലും എബൌട്ട് പറയാം അല്ലേ? എബൌട്ട് എന്ന ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിച്ച് കുറച്ച് സെന്റൻസ് നമുക്ക് പഠിച്ചാലോ? ഈ പുസ്തകം ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റിയാണ്, കുറിച്ചാണ്. എങ്ങനെ നമുക്കിത് പറയാം? ദിസ് ബുക്ക് ഈസ് അബൌട്ട് വേൾഡ് വാർ ഫസ്റ്റ്. എന്നോടൊപ്പം പറയൂ. ദിസ് ബുക്ക് ഈസ് അബൌട്ട്, പറ്റി, കുറിച്ച്. എന്തിനെ കുറിച്ച്? ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച്. അവർ സംസാരിക്കുന്നത് അവന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. സ്വഭാവത്തെ കുറിച്ച് എങ്ങനെ പറയാം? about his character. സെന്റൻസ് ആയിട്ട് പറഞ്ഞാലോ? they are talking about his character. എന്നോടൊപ്പം പറഞ്ഞേ. they are talking about his character. they are എന്നാൽ അവർ, talking about പറയുന്നു. എന്തിനെ പറ്റി? his character, അവന്റെ സ്വഭാവത്തെ പറ്റി. ഏകദേശം 3 മാസം മുൻപേ അവൻ ഈ സ്ഥലം വിട്ടു കേട്ടോ. അവൻ ഈ സ്ഥലത്തിൽ നിന്നും പോയി കേട്ടോ. ഏകദേശം എന്ന് പറയാനായി ഇവിടെ about ഉപയോഗിക്കുന്നു. he left this place about 3 months ago. എന്നോടൊപ്പം പറയുമോ? he left this place about 3 months ago. he left എന്നാൽ അവൻ ഈ പ്രദേശം വിട്ടുപോയി. he left, വിട്ടു. this place, ഈ പ്രദേശം. about, ഏകദേശം. 3 months ago, 3 മാസം മുൻപേ. ഏകദേശം 3 മാസം മുൻപേ അവൻ ഈ സ്ഥലത്ത് നിന്നും പോയി. he left this place about 3 months ago. അവന് ഉദ്ദേശം 6 അടി ഉണ്ട്. ഉദ്ദേശം, ഏകദേശ കണക്ക് പറയുമ്പോഴും about എന്ന് പറയും. he is about 6 feet tall. feet tall. ഉയരത്തെ പറ്റി പറയാൻ അടി, അടി എന്ന് പറയില്ലേ? എത്ര അടി പൊക്കം? feet. he is about, അവൻ ഏകദേശം 6 feet tall, 6 അടിയോളം വരും. he is about 6 feet tall. അവർ എത്തിയപ്പോൾ നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോവാൻ തുടങ്ങുകയായിരുന്നു. ഏതെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ about ചേർക്കാം. we were about to go for a picnic. അല്ലെങ്കിൽ we were about to go for a trip. ഞങ്ങൾ ഒരു ട്രിപ്പിന്, പിക്നിക്കിന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവരെത്തിയത്. we were about to go for a trip or picnic when they arrived. ഫോൺ ശബ്ദിച്ചപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുവാൻ തുടങ്ങുകയായിരുന്നു. പോകുവാൻ തുടങ്ങുകയായിരുന്നു. we were about to go out when the telephone rang. we were about to go out when the telephone rang. ഞങ്ങൾ പോകാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. we were about to go, പോവാൻ തുടങ്ങുകയായിരുന്നു, റെഡി ആവുകയായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് പോവാൻ ഇറങ്ങുകയായിരുന്നു. about to go. aboutന്റെ കാര്യം പഠിച്ചല്ലോ. about വെച്ചിട്ട് സെന്റൻസ് ഫ്രെയിം ചെയ്തിട്ട് കമന്റ് ചെയ്യുമോ? താങ്ക് യു.